ഭീകരന്മാരെ പാലൂട്ടി വളർത്തുന്നതിൽ പാകിസ്ഥാൻ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. ഭീകരന്മാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാൻ സൈനിക മേധാവി അസീം മുനീർ ഉൾപ്പെടെ മുൻപന്തിയിൽ നിൽക്കുന്ന കാഴ്ചയും ഇവിടെ സംജാതമായതാണ്. ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി തന്നെയാണ് ഇവരുടെ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ പ്രഭാവ കേന്ദ്രമായി തന്നെ മാറുന്നതായി ഏറ്റവും കൂടുതൽ തെളിവുകൾ ആ സമയത്താണ് പുറത്തു വന്നത്. ഇപ്പോൾ US കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയും കാശ്മീരിനെയും ലക്ഷ്യമിടുന്ന ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ എപ്പോഴും സുരക്ഷിത താവളം ഒരുക്കുന്നു എന്നത് ആ ഒരു ഗുരുതര കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വർഷങ്ങളോളം നീണ്ട സൈനിക നടപടികൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും ശേഷം പാകിസ്ഥാൻ മണ്ണിൽ ഭീകര ഗ്രൂപ്പുകൾ സ്വന്തമായി വിഹരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇതിൽ എടുത്തു പറയുന്നത്. മാത്രമല്ല 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ ഇ തോയ്ബയും 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കുണ്ടായിരുന്ന ജെയ്ഷെ മുഹമ്മദും ഇപ്പോഴും പാക് മണ്ണിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. ഇത് ഇന്ത്യയുടെ ആശങ്കകൾ ശരിവെക്കുന്നതാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാൻ ഈ ഭീകര സംഘടനകളുടെ സുരക്ഷിത കേന്ദ്രം മാത്രമല്ല, മറിച്ച് അവരുടെ തന്നെ ആക്രമണങ്ങളുടെ ഇര കൂടിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനിൽ ഭീകര പ്രവർത്തനങ്ങൾ കുത്തനെ തന്നെ വർദ്ധിക്കുകയാണ്. ഈ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2019 ഭീകരവാദവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ 365 കുറഞ്ഞ സ്ഥാനത്ത് 2025 ആയപ്പോഴേക്കും ഇത് 4001 തന്നെ ഉയരുകയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്നത്. നിലവിൽ ലോകത്തെ ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം പാകിസ്ഥാനായി മാറുകയുമാണ്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായ 5ഓളം വിഭാഗങ്ങളിലായി നിരവധി ഭീകര ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. അൽ ഖ്വയ്ദയുടെ ശക്തി അവിടെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുമായി സഖ്യം ചേർന്ന് അവർ ഇപ്പോഴും മേഖലയിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രാദേശിക വിഭാഗമായ ഇസ്ലാമിക് സ്റ്റേറ്റ് മറ്റ് പ്രവിശ്യകൾ ഇവൾ 4000 മുതൽ 6000 വരെ പോരാളികളുണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആഭ്യന്തരമായി പാകിസ്ഥാൻ നേടുന്ന ഏറ്റവും വലിയ ഭീഷണി തെഹരിക്കെ താലിബാൻ പാകിസ്ഥാനാണ്. പാക് സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഇവർക്ക് ഏകദേശം 5000-ഓളം പോരാളികളുണ്ട്. അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾക്ക് നിയമപരമായ തീരുമാനങ്ങൾ എടുക്കാത്തതിനായി തന്നെ തയ്യാറാക്കിയ ഈ സ്വതന്ത്ര റിപ്പോർട്ട് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനും മേഖലയിലെ അസ്ഥിരതയ്ക്കുമെതിരെ വിരൽ ചൂണ്ടുന്നതാണ് എന്നതാണ് മറ്റൊരു വസ്തുതയായി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.